ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് രണ്ട് മെത്തേഡുകൾ പറയുന്നുണ്ട് റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് മെത്തേഡുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. ഇതാണ് ക്വസ്റ്റ്യൻ. MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഈസ് MnO2 പ്ലസ് BrO3 മൈനസ്. ഇവിടെ പറഞ്ഞിരിക്കും അസിഡിക് മീഡിയം അല്ലെങ്കിൽ ബേസിക് മീഡിയം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പൊ അസിഡിക് മീഡിയത്തിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബേസിക് മീഡിയം കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമുക്ക് ആദ്യം നോക്കാം ഈ ഇക്വേഷനെ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റിഡോക്സ് റിയാക്ഷനെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യും? ഇതിന് പല സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ വ്യക്തമായി നോക്കിയിരിക്കുക, വളരെ പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുകയാണ്. ഇപ്പൊ ഈ റിഡോക്സ് റിയാക്ഷനകത്തുള്ള ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അറിയാം ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാനായിട്ട്. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -2. -2 ആണെങ്കിൽ മാംഗനീസ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? 4 × -2 -8. that is x plus -8 equal to ഈ -1. അപ്പൊ എത്ര കിട്ടും? ചെയ്യുന്നത് അറിയാമല്ലേ? അതായത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. x എന്നിരിക്കട്ടെ പ്ലസ് ഓക്സിജന്റെ എത്രയാണ്? -2 × 4 equal to MnO4 ന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. that is x minus 8 equal to -1, x equal to -1 plus 8 equal to +7. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയില്ലേ? ബ്രോമിൻ ഓൾറെഡി ഓക്സിഡേഷൻ നമ്പർ -1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇനി MnO2 ഓക്സിജന്റെ എത്ര ഓക്സിഡേഷൻ നമ്പർ? -2. അപ്പൊ മാംഗനീസ് എത്രയായിരിക്കും? 2 × -2 -4 ആയതുകൊണ്ട് മാംഗനീസ് എത്രയായിരിക്കും? +4. അതുപോലെ x ചെയ്ത് കണ്ടുപിടിക്കാം. മാംഗനീസിന് x എന്ന് കൊടുക്കുക. ഓക്സിജൻ -2 × 2 equal to 0. കാരണം MnO2 ഓക്സിഡേഷൻ നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ മാംഗനീസ് എത്രയായിരിക്കും? +4 ആയിരിക്കും. അതുപോലെ BrO3 കണ്ടുപിടിച്ചൂടെ? എത്ര ഓക്സിഡേഷൻ നമ്പർ? -2. ബ്രോമിൻ കണ്ടുപിടിക്കാം. ബ്രോമിൻ x എന്ന് കൊടുക്കാം. പ്ലസ് ഓക്സിജൻ എത്രയാണ്? -2. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഈക്വൽ ടു BrO3 എത്ര ചാർജ്? -1. that is x minus 6 equal to -1, x equal to -1 plus 6 equal to +5. എത്ര കിട്ടും? +5 എന്ന് കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടോ? ഫസ്റ്റ് ഇപ്പൊ എത്രയേ ഉള്ളൂ? അതായത് ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്തു. നമുക്ക് അറിയുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആണ്. ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ ആയതുകൊണ്ട് ഈ റിയാക്ഷൻ ഓക്സിഡേഷൻ ഉണ്ടാകും, അതുപോലെ എന്തുണ്ടാകും? റിഡക്ഷൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇതിൽ ഏതോ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടാകും, ദാറ്റ് ഈസ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ ഏതോ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടാകും, ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പം ആരുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയെന്നും ആരുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതോടൊപ്പം എത്ര കൂടി, ഓക്സിഡേഷൻ നമ്പർ കൂടിയ ആളിന് ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടിയെന്നും കുറഞ്ഞ ആളിന് എത്ര കുറഞ്ഞു എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ വെക്കേണ്ടതുണ്ട്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് അതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിയിരിക്കുക. മാംഗനീസ് എത്ര ഓക്സിഡേഷൻ നമ്പർ ഇവിടെ? +7. അത് എത്രയായി മാറി? പ്രോഡക്റ്റ് ആയപ്പോൾ +4. ദാറ്റ് മീൻസ് കൂടിയോ കുറഞ്ഞോ? +7 +4 ആയി മാറി. മീൻസ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. +7 to +4 എന്നല്ലേ? ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ 3 കുറഞ്ഞു. ദാറ്റ് ഈസ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ഡിക്രീസ് ബൈ 3 എന്ന് ഓർക്കുക. ഡിക്രീസ് ബൈ 3. അടുത്ത എലമെന്റ് ആരാ? ഓക്സിജൻ. എത്ര ഓക്സിഡേഷൻ നമ്പർ? -2. പ്രോഡക്റ്റ് എത്ര തന്നെയാണ്? -2 മാറ്റമില്ല. അടുത്ത എലമെന്റ് ആരാ? ബ്രോമിൻ. എത്ര ഓക്സിഡേഷൻ നമ്പർ? -1 ആയിരുന്നു. പ്രോഡക്റ്റ് ആയി മാറിയപ്പോൾ എന്തായി മാറി? +5. ദാറ്റ് മീൻസ് കൂടിയോ കുറഞ്ഞോ? -1 +5 എത്തി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കൂടി. എത്ര കൂടി? -1 ആദ്യം എന്തായി മാറണം? 0, പിന്നെ 1, 2, 3, 4, 5.
അപ്പൊ എത്ര കൂടി? 6 കൂടി. ഓക്സിഡേഷൻ നമ്പർ, ബ്രോമിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ഇൻക്രീസ് ബൈ 6 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ഇൻക്രീസിന്റെയും ഡിക്രീസിന്റെയും നമ്പർ ഈക്വൽ ആക്കുക എന്ന്. 6നെയും 3യെയും നമുക്ക് എന്താക്കണം? ഈക്വൽ ആക്കണം. 6നെയും 3യെയും നമുക്ക് എന്താക്കണം? ഈക്വൽ ആക്കണം. 6നെയും 3യെയും എങ്ങനെ ഈക്വൽ ആക്കുക? ഡിജിറ്റുകൾ ഈക്വൽ ആക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ചെറിയ ഡിജിറ്റിനെ വലുതിലേക്ക് മാറ്റാം. മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വലുതിലേക്ക് മാറ്റാം. 3യെ 6 ആക്കി മാറ്റാൻ പറ്റില്ലേ? എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ? 6 ആകത്തില്ലേ? അപ്പൊ ഇവിടെയും 6 ആകും, ഇവിടെയും 6 ആകും. ഈക്വൽ ആയില്ലേ? എവിടെ മൾട്ടിപ്പിൾ ചെയ്യണം? ഇതല്ലേ ഡിക്രീസ് ചെയ്ത ഭാഗം. ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. 2 ഇവിടെയും മൾട്ടിപ്പിൾ ചെയ്യുക, 2 ഇവിടെയും മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ഇൻക്രീസും ഡിക്രീസും ഉണ്ടാക്കുക, ഈക്വൽ ആക്കുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്തുള്ള എലമെന്റുകൾ ബാലൻസ് ചെയ്യപ്പെടുകയാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടി വരിക ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള മറ്റ് എലമെന്റുകൾ ബാലൻസ് ചെയ്യുകയാണ്. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെന്റുകൾ സിംപ്ലി ബാലൻസ് ചെയ്യുക. ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് നിങ്ങൾക്ക് അറിയാം. നമ്പർ ഈക്വൽ ആക്കുകയാണ് ബാലൻസിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? 2. പ്രോഡക്റ്റ് സൈഡിലോ 2. ഈക്വൽ ആണ്, ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ നോക്കേണ്ട കാര്യമില്ല. ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകളാണ് ബാലൻസ് ചെയ്യേണ്ടത്. ബ്രോമിൻ എത്രയുണ്ട്? 1. പ്രോഡക്ട്സിൽ എത്ര തന്നെയാണ്? 1. ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകൾ ഓൾറെഡി ഇവിടെ എന്താണ്? ബാലൻസ്ഡ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ആരെ ബാലൻസ് ചെയ്യുക? ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായ അളവിൽ H2O ചേർക്കുക, ആവശ്യമായ അളവിൽ വാട്ടർ ചേർക്കുക. നമുക്ക് നോക്കാം, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഉണ്ട്, 8 ഓക്സിജൻ ഉണ്ട്. വേറെ ഓക്സിജൻ റിയാക്ഷൻ സൈഡിൽ ഇല്ല. പ്രൊഡക്റ്റ് സൈഡിലോ 2 × 2 4, 4 + 3 7. ഇവിടെ 7 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജൻ? 8 ഓക്സിജൻ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഓക്സിജൻ കൂടുതലല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ ഒരെണ്ണം എന്താണ്? കുറവാണ്. അപ്പൊ എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായ വേറെ ചേർക്കുക, വാട്ടർ. ഒരു ഓക്സിജൻ കുറവായതുകൊണ്ട് ഒരു വാട്ടർ ചേർക്കുക. കാരണം ഒരു വാട്ടറിൽ നിന്ന് ആരെ കിട്ടും? ഒരു ഓക്സിജനെ കിട്ടും. ഇനിയിപ്പോ 2 ഓക്സിജൻ കുറവുണ്ട്, ആരെ ചേർക്കണം? 2 വാട്ടറിനെ ചേർക്കണം. എത്ര ഓക്സിജൻ കുറവുണ്ടോ അത്രയും വാട്ടറിനെ ചേർക്കുക. അതാണ് പറഞ്ഞത് ആവശ്യമായ അളവിൽ ആരെ ചേർക്കുക? വാട്ടറിനെ ചേർക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പർ ഓരോ എലമെന്റിനും അസൈൻ ചെയ്തു. ഇൻക്രീസും ഡിക്രീസും കണ്ടുപിടിച്ചു, അതിന് ഈക്വൽ ആക്കി. ഇൻക്രീസും ഡിക്രീസും ഉണ്ടാക്കി, ഈക്വൽ ആക്കി സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചു. ഇനി ബാലൻസിംഗ് ആണ്. ആദ്യം ആരെ ബാലൻസ് ചെയ്തു? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെന്റുകളെ ബാലൻസ് ചെയ്തു. then ആരെ ബാലൻസ് ചെയ്തു? ഓക്സിജനെ ബാലൻസ് ചെയ്തു. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആരെ ചേർത്തു? വാട്ടറിനെ ചേർത്തു. ആവശ്യമായ അളവിൽ വാട്ടറിനെ ചേർത്തു. അടുത്ത് ബാലൻസ് ചെയ്തത് ഹൈഡ്രജനെയാണ്. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ എന്നുള്ള ധാരണ നമുക്ക് വേണം. ഒരു മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്വസ്റ്റൻ എവിടെയാണ്? അസിഡിക് മീഡിയത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അസിഡിക് മീഡിയത്തിലാണെന്ന് ഓർത്തു വെക്കുക. ക്വസ്റ്റൻ പറയുന്നുണ്ട് അസിഡിക് മീഡിയം ആണെന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ അസിഡിക് മീഡിയം ആണെങ്കിൽ H+നെ ചേർക്കുക. ആരെ ചേർക്കുക? H+നെ ചേർക്കുക. ബേസിക് മീഡിയം ആണെങ്കിൽ OH- ചേർക്കുക. ആരെ ചേർക്കുക? OH- ചേർക്കുക. നമുക്ക് നോക്കാം, ഇവിടെ റിയാക്ഷൻ സൈഡിൽ ഹൈഡ്രജൻ വല്ലതും ഉണ്ടോ? ഇല്ല. പ്രോഡക്റ്റ് സൈഡിലോ? ഇവിടെ ഇല്ല. 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഇല്ല റിയാക്ഷൻ സൈഡിൽ. ഇവിടെ ഹൈഡ്രജൻ എണ്ണം കുറവല്ലേ? ക്വസ്റ്റൻ അസിഡിക് മീഡിയത്തിലല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? എത്ര ഹൈഡ്രജൻ ആവശ്യമുണ്ടോ അത്രയും എന്ത് ചേർക്കുക? H+. 2 ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്, നമ്മൾ ആരെ ചേർത്തു? 2 H+നെ ചേർത്തു. ഇക്വേഷൻ ബാലൻസ്ഡ് ആയില്ലേ? ഇതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള ഒരു റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിൾ കാര്യമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ബേസിക് മീഡിയത്തിലാണ് എന്ന് വിചാരിക്കുക. ഏത് മീഡിയത്തിലാണ്? ബേസിക് മീഡിയം, അസിഡിക് മീഡിയം അല്ല. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക് മീഡിയം ആണ് എന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ കൂടുതൽ പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്യണം? ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. അറിയുന്ന കാര്യമാണ്, സിമ്പിളാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ആരുടെ ഓക്സിഡേഷൻ നമ്പർ കൂടി അതുപോലെ ആരുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കണം. എത്ര കൂടിയെന്നും എത്ര കുറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചു വെച്ചു.
കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസും ഡിക്രീസും നമ്മൾ എന്താക്കി, ഈക്വൽ ആക്കി. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രീസും ഡിക്രീസും എന്താക്കി, ഈക്വൽ ആക്കി. ഇനി ബാലൻസിങ് അല്ലേ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള മറ്റ് എലമെന്റുകൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറിക്കലി ബാലൻസ് ചെയ്തു. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായ ആൾക്കാരെ ചേർത്തു, വാട്ടറിനെ ചേർത്തു, ഓക്സിജനെ ബാലൻസ് ചെയ്തു. ഇതുവരെ ക്ലിയർ ആണ്. ആറാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെന്നാ. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ചേർക്കണമെന്നും ബേസിക് മീഡിയം ആണെങ്കിൽ OH- ചേർക്കണമെന്നുമാണ് പറഞ്ഞത് അല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ബേസിക് മീഡിയം ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ OH- ഇവിടെ ആഡ് ചെയ്താൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് OH- ഇവിടെ ആഡ് ചെയ്താൽ ഓക്സിജന്റെ എണ്ണത്തിൽ വീണ്ടും വ്യത്യാസം വരും. ഓക്സിജൻ അൺബാലൻസ്ഡ് ആയി മാറും. വീണ്ടും ബാലൻസിന്റെ ആവശ്യത വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ബേസിക് മീഡിയം ആണെന്ന് വിചാരിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് വരെ ചെയ്തു, അതായത് മീൻസ് ഓക്സിജൻ തന്നെ ബാലൻസ് ചെയ്തു. പറയുന്നത് വ്യക്തമായി കേൾക്കുക. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായ അളവിൽ H+നെ ചേർക്കുക എന്ന് തന്നെ ഞാൻ പറയുന്നു. ബേസിക് മീഡിയം ആണെങ്കിൽ ആരെ ചേർക്കുക, H+നെ ചേർക്കുക. അസിഡിക് മീഡിയം ആണെങ്കിൽ ഇക്വേഷൻ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ബേസിക് മീഡിയം ആണെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആരെ ചേർത്ത് വയ്ക്കുക, H+നെ ചേർത്തു. H+നെ ചേർത്തു. പ്രോസസ് ഇവിടെ കഴിഞ്ഞില്ല. ഇനിയും ഇവിടെ എന്തുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. ബേസിക് മീഡിയം ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര H+ ചേർത്തോ അത്രയും OH- രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. റിയാക്ഷൻ സൈഡിലും ആഡ് ചെയ്യുക, പ്രോഡക്റ്റ് സൈഡിലും. ബേസിക് മീഡിയം ആണെങ്കിൽ മാത്രം. അസിഡിക് മീഡിയം റിയാക്ഷൻ വെച്ച് തീർക്കും, പ്രോസസ് തീർക്കും. ബേസിക് മീഡിയം ആയതുകൊണ്ട് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ആരെ ചേർത്തു, H+നെ ചേർത്തിട്ട് എത്ര H+ ചേർത്തോ അത്രയും OH- രണ്ട് സൈഡിലും റിയാക്ഷൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എത്ര H+ ചേർത്തു, 2 H+. അപ്പൊ എത്ര OH- ചേർക്കണം, 2 OH-. അപ്പൊ എങ്ങനെ എഴുതാം, 2H+ plus 2 OH- plus ബാക്കി അതുപോലെ തന്നെയാണ് 2MnO4- plus Br- is 2MnO2 plus BrO3- plus H2O plus 2OH-. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ H+ plus OH- എന്ന് പറഞ്ഞാല് H+ plus OH- വാട്ടർ അല്ലേ. അപ്പൊ എന്താ 2H+ plus 2OH- 2H2O അറിയാലോ. ഇനി ഗീസിന്റെ അപ്രോം ഇപ്രോം ഒരുപോലുള്ളത് ക്യാൻസൽ ചെയ്താലോ, ഇവിടെ ഒരു വാട്ടർ ക്യാൻസൽ, ഇവിടെയും ഒരു വാട്ടർ ക്യാൻസൽ. ബാക്കി വല്ലതും ഉണ്ടോ, ഇല്ല. ബാക്കി ഇക്വേഷൻ ഇതേ എന്തായിരിക്കും, H2O plus 2MnO4- plus Br- is 2MnO2 plus BrO3- plus 2OH-. ഇതാണ് ബേസിക് മീഡിയത്തിൽ ഈ ഇക്വേഷനെ, ഈ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ കിട്ടുന്ന ഇക്വേഷൻ. ഇവിടെ OH- മാത്രമല്ലേ വന്നുള്ളൂ, H+ വന്നില്ലല്ലോ. അപ്പൊ വളരെ സിമ്പിൾ അല്ലേ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ മെത്തേഡാണിത്. ലോജിക്കൽ മെത്തേഡാണ്. വളരെ വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ടാത്ത കാര്യമില്ലാത്തൊരു മെത്തേഡാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അസിഡിക് മീഡിയത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു അതുവരെ ബാലൻസ് ചെയ്ത് എത്തുക. ഹൈഡ്രജൻ വരെ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ദെൻ ബേസിക് മീഡിയം ആയിട്ട് ചെയ്യേണ്ടത് എത്ര H+ ആഡ് ചെയ്തു അത്രയും OH- രണ്ട് സൈഡിൽ, ദാറ്റ് ഈസ് റിയാക്ഷൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അറിയേണ്ട ഒരു ബേസിക് കാര്യം കൂടെ ഉണ്ട്. H+ plus OH- എന്താണ്, വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഒരുപോലെ സാധനം ക്യാൻസൽ ചെയ്യുക, ഇക്വേഷൻ എടുത്തിടുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യമല്ലേ. ഇപ്പൊ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ അല്ലേ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റിനകത്ത് അസിഡിക് മീഡിയം എന്ന് പറയാം, ബേസിക് മീഡിയം എന്നും പറയാം. ഇനി അസിഡിക് മീഡിയം എന്നോ ബേസിക് മീഡിയം എന്നോ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്തായാലും അതിനെ കൺസിഡർ ചെയ്യണം, അസിഡിക് മീഡിയമായി കൺസിഡർ ചെയ്ത് വേണം ആൻസർ ചെയ്യാനെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ രണ്ട് മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡും പ്രധാനപ്പെട്ടതാണ്. അതിനെ പറയുന്ന പേര് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പറയുന്ന പേര് അയൺ ഇലക്ട്രോൺ മെത്തേഡ്. ഇതെങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വേണം. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. വളരെ സിമ്പിൾ അല്ലേ. എന്താ,
ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ? MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഈസ് MnO2 പ്ലസ് Br3 മൈനസ്. അസിഡിക് മീഡിയം ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഓരോ സ്റ്റെപ്പുകളായി നമുക്ക് നോക്കാം. ഉദ്ദേശിക്കുന്ന മെത്തേഡ് എന്താണ്? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ പോകുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പഴയതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പോലെ തന്നെ വ്യത്യാസമില്ല. ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാമല്ലോ. നമുക്കറിയാം എത്ര ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ? -2. 4 × -2 -8. അപ്പൊ എത്ര കിട്ടും? +7 കിട്ടും. ബ്രോമിൻ ഇവിടെ എത്രയാ ഓക്സിഡേഷൻ നമ്പർ? -1 ആണ്. ഓക്സിജൻ എത്രയാണ്? -2. മാംഗനീസ് എത്രയായിരിക്കും? +4 ആയിരിക്കും. അടുത്ത ഇവിടെ എന്താ? ഓക്സിജൻ എത്രയാണ്? -2. ബ്രോമിൻ എത്രയായിരിക്കും? +5. ചെയ്യാനായിട്ട് അറിയാലോ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെ ഏതോ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ട്, അത് എത്ര കൂടിയെന്നും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്, അത് എത്ര കുറഞ്ഞു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കും. നോക്കാം. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആയിരുന്നു. ഇതിപ്പോ എത്ര ആയിരിക്കുക? +4 ആയി. ദാറ്റ് ഈസ് കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. ദാറ്റ് ഈസ് ഡിക്രീസ് ബൈ 3. മാംഗനീസിന്റെ ഓക്സിഡേഷൻ എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് എന്താ സാധനം? റിഡക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് എന്താണ്? റിഡക്ഷൻ ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. അടുത്ത ബ്രോമിൻ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരുന്നു. എത്രയായി മാറി? +5. ദാറ്റ് മീൻസ് കൂടി. എത്ര കൂടി? 6 കൂടി. ദാറ്റ് ഈസ് ഇൻക്രീസ് ബൈ 6. ഇൻക്രീസ് ബൈ 6. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ എന്ത് പ്രോസസ് ആണ്? ഓക്സിഡേഷൻ ആണ് എന്നും കൂടെ ഓർത്തു വെക്കണം. ഈ രണ്ട് സ്റ്റെപ്പുകളും നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പോലെ തന്നെയാണ്. വളരെ എളുപ്പമാണ്, വലിയ പ്രത്യേകത ഒന്നുമില്ല. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പുകൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും. വളരെ സിമ്പിൾ ആണ്. ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും രണ്ടാക്കി എന്താ പോവാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിയിരിക്കുക. ഒന്നാമത്തത് ഓക്സിഡേഷൻ ഹാഫ്. ഇക്വേഷൻ നോക്കുക. ഓക്സിഡേഷൻ ഹാഫ് സംഭവിച്ച ബ്രോമിൻ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ആ സ്റ്റെപ്പ് മാത്രം എഴുതുക. ബ്രോമിൻ Br- ഈസ് BrO3-. ഓക്സിഡേഷൻ ഹാഫ് സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ എന്താണ് റിഡക്ഷൻ ഹാഫ്? ഓക്സിഡേഷൻ ഹാഫും ഉണ്ട്, റിഡക്ഷൻ ഹാഫും ഉണ്ട് എന്ന് ഓർക്കുക. റിഡക്ഷൻ ഹാഫ് എന്താ? MnO4- എന്തായി മാറി? MnO2 ആയി മാറി. MnO4- ഈസ് MnO2. രണ്ട് ഹാഫ് ആയില്ലേ? ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും. ഇനി ചെയ്യേണ്ടുന്ന കാര്യം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഓക്സിഡേഷൻ ഹാഫ് ആണ്. ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. Br- അതായത് ബ്രോമിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 നിന്നും +5 മാറാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം എന്ന് നമ്മൾ എഴുതി വെക്കണം. അതുപോലെ റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ? മാംഗനീസ് +7 നിന്നും +4 മാറാൻ എത്ര ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം എന്ന് കൂടെ എഴുതി വെക്കണം. അതായത് ആവശ്യമായ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. രണ്ട് ഹാഫിലും, ഓക്സിഡേഷൻ ഹാഫിലും റിഡക്ഷൻ ഹാഫിലും ആവശ്യമായ ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുക. ഇവിടെ നോക്കുക. Br-1 Br+5 ആയി മാറണം. ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞേ? ഓക്സിഡേഷൻ സംഭവിച്ചു എന്നാ പറയുന്നത്. അതായത് ഇൻക്രീസ് ബൈ 6 ഓക്സിഡേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം? ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അല്ലേ? എത്ര ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം ഞാൻ കണ്ടുപിടിക്കും. സിമ്പിൾ ആയി കണ്ടുപിടിച്ച് നോക്കാം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കുക. ഇൻക്രീസ് ബൈ 6 എന്നല്ലേ പറഞ്ഞത്? ദാറ്റ് ഈസ് എത്ര ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം? 6 ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടണം. ദാറ്റ് ഈസ് Br-6 ഇലക്ട്രോൺ. Br-6 ഇലക്ട്രോൺ. ഗീവ്സിന് അപ്പുറത്ത് എങ്ങനെ എഴുതാം? +6 ഇലക്ട്രോൺ എഴുതി കൂടെ. അതായത് Br- നിന്നും 6 ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BrO3-. ഓക്സിഡേഷൻ +5 ആയി മാറില്ലേ? 6 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. അപ്പൊ എന്താ? Br-6 ഇലക്ട്രോൺ. അല്ലെങ്കിൽ അപ്പുറത്തെ എന്ത് എഴുതുക? +6 ഇലക്ട്രോൺ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതുപോലെ മാംഗനീസ് +7 നിന്നും +4 മാറണം.
റിഡക്ഷൻ ആണ്. റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. വേണമെങ്കിൽ ചെയ്തു പോലെ കണ്ടുപിടിക്കാം, അതൊന്നും പോകേണ്ട കാര്യമില്ല. എത്ര ഡിക്രീസ് ബൈ 3 എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യണം? 3 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺ ആഡ് ചെയ്തു. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കുക. നേരത്തെ നമ്മൾ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആക്കിയതുപോലെ ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് എന്താക്കണം? ഈക്വൽ ആക്കണം. ഇവിടെ 6 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. എങ്ങനെ ഈക്വൽ ആക്കുക? 3 × 2 6. സിമ്പിൾ അല്ലേ? നോക്കാം എങ്ങനെ ഈക്വൽ ആക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ്? ഇവിടെ 6 ഇലക്ട്രോൺ, ഇവിടെ എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ. എങ്ങനെ ഈക്വൽ ആക്കുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹാഫിനെ മുഴുവനായി മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ 2mno4 മൈനസ് പ്ലസ് 6 ഇലക്ട്രോൺ ഗീവ്സ് 2mno2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാക്കി. ഇനി നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്ത പോലെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇതിനകത്തുള്ള ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റുകളെയും ബാലൻസ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എല്ലാ എലമെന്റുകളെയും ബാലൻസ് ചെയ്യുക. ആ ബാലൻസിങ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ ഹാഫിലും ചെയ്യണം, റിഡക്ഷൻ ഹാഫിലും ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് കൂടുതൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ബാലൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്ത് ചെയ്യണം? ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകളെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ബ്രോമിൻ ഉണ്ട്? 1. അപ്പോൾ എത്ര തന്നെ ഉള്ളൂ? ബ്രോമിൻ. ഓക്സിജൻ ആക്കേണ്ട കാര്യമില്ല. അപ്പൊ ഓക്സിഡേഷൻ ഹാഫിലെ ബാക്കി എല്ലാ എലമെന്റുകൾ ബാലൻസ്ഡ് ആണ്. റിഡക്ഷൻ ഹാഫ് നോക്കാം. എത്ര മാംഗനീസ് ഉണ്ട്? 2. അപ്പോൾ എത്ര തന്നെ ഉള്ളൂ? 2. ഓൾറെഡി ബാലൻസ്ഡ് അല്ലേ? ഓക്സിജൻ നോക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ആറാം സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എലമെന്റുകൾ ബാലൻസ് ചെയ്യുക. അത് 2 ഹാഫിലും ചെയ്യണമെന്ന് കൂടെ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ ഞാൻ പറഞ്ഞു. സിമ്പിൾ അല്ലേ? അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെന്റുകളെ ബാലൻസ് ചെയ്തിട്ട് ആരെ ബാലൻസ് ചെയ്യണം? ഓക്സിജനെ ബാലൻസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായുള്ള ആരെ ചേർക്കുക? വാട്ടറിനെ ചേർക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഹാഫിൽ നോക്കുക. റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ ഉണ്ടോ? ഇല്ല. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 3. അപ്പൊ ഇവിടെ 3 ഓക്സിജന്റെ കുറവില്ലേ? എത്ര ഓക്സിജൻ കുറവുണ്ടോ അത്രയും വാട്ടർ മോളിക്യൂളിനെ ചേർത്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ എന്ത് ചേർക്കുക? 3 വാട്ടറിനെ ചേർത്താൽ ഇക്വേഷൻ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതുപോലെ റിഡക്ഷൻ ഹാഫിലും ചെയ്യണം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ? 4 ഓക്സിജനേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 4 ഓക്സിജന്റെ കുറവില്ലേ? അപ്പൊ എത്ര വാട്ടറിനെ ചേർക്കണം? ആലോചിച്ച് പറയൂ. 4 വാട്ടറിനെ ചേർത്താൽ മതി. എത്ര ഓക്സിജൻ കുറവുണ്ടോ അത്രയും വാട്ടറിനെ ചേർക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മള് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെന്റുകളെ ബാലൻസ് ചെയ്തു. ഇതിനടുത്ത് എന്ത് ചെയ്തു? ഓക്സിജനെ ബാലൻസ് ചെയ്തു. അപ്പൊ ആരെ ബാലൻസ് ചെയ്യണമായിരിക്കും? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. അതായത് അടുത്ത സ്റ്റെപ്പ് ആരെ ബാലൻസ് ചെയ്യാണ്? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാണ്. നോക്കാം ഹൈഡ്രജൻ എങ്ങനെ ബാലൻസ് ചെയ്യുക? നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ ആവശ്യമായ ആരെ ചേർക്കുക? H+ ചേർക്കുക. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഓക്സിജൻ ഹാഫിനകത്ത് 3 2 6. വേറെ ഹൈഡ്രജൻ ഇല്ലല്ലോ റിയാക്ഷൻ സൈഡില്. പ്രോഡക്റ്റ് ഉണ്ടോ? ഇല്ല. അതായത് ഇവിടെ 6 ഹൈഡ്രജന്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചേർക്കുക? 6H+ ചേർക്കുക. റിഡക്ഷൻ ഹാഫിനകത്തോ റിയാക്ഷൻ സൈഡിൽ ഹൈഡ്രജൻ ഇല്ല. പ്രോഡക്ട്സിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഉണ്ട് 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 8H+ ചേർക്കുക. ക്വസ്റ്റൻ അസിഡിക് മീഡിയം ആണെന്ന് പറയുന്നുണ്ട്. അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ്. എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തു. അയോണുകളെ ബാലൻസ് ചെയ്തു, മറ്റ് എലമെന്റുകളെല്ലാം ബാലൻസ് ചെയ്തു, അയോണിക് ചാർജ് എല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ബേസിക് മീഡിയം ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എന്ത് ചെയ്യണം? ബേസിക് മീഡിയം ആണെങ്കിൽ എത്ര H+ ചേർത്തോ അത്രയും OH- 2 സൈഡിലും ആഡ് ചെയ്യണം. അത് എവിടെയൊക്കെ ചെയ്യണം? ഓക്സിജൻ ഹാഫിലും ചെയ്യണം, റിഡക്ഷൻ ഹാഫിലും ചെയ്യണം. പിന്നെന്താണ്? അപ്രോ ഇപ്രോ ഒരുപോലെ സാധനങ്ങൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയുക. അറിയാലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. H++ OH- എന്ന് പറഞ്ഞ സാധനം വാട്ടർ ആണെന്ന് ഓർത്താൽ മതി. നമ്മുടെ പ്രോസസ് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ 2 ഹാഫ് ആയിട്ട് എഴുതിക്കുക. എല്ലാം ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ 2 ഹാഫ് ആയിട്ട് എഴുതിക്കുക. നമ്മൾ എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റണം. അതിനുള്ള മാർഗം വളരെ സിമ്പിൾ ആണ്. ഓക്സിജൻ ഹാഫിനെയും റിഡക്ഷൻ ഹാഫിനെയും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? ആഡ് ചെയ്തിരിക്കോ? എങ്ങനെ ആഡ് ചെയ്യാൻ പറഞ്ഞേ? 3H2O plus Br- plus 8H+ plus 2MnO4- plus 6 ഇലക്ട്രോൺ. റിയാക്ടന്റ് എല്ലാം ആഡ് ചെയ്തില്ലേ? ഓക്സിഡേഷൻ ഹാഫിന്റെയും റിഡക്ഷൻ ഹാഫിന്റെയും. അതുപോലെ തന്നെ പ്രോഡക്റ്റുകളെയും ആഡ് ചെയ്യുക. എങ്ങനെ എഴുതാൻ പറഞ്ഞേ?
BrO3 minus plus 6 electron plus 6H plus plus 2MnO2 plus 4H2O. എല്ലാം ബാലൻസ് ചെയ്തില്ലേ? ഇനി ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലുള്ള സാധനം നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. നോക്കുക, ഇവിടെ 3H2O, അവിടെ 4H2O, മിച്ചം എത്ര ഉണ്ട്? 1H2O ഇവിടെ ഉണ്ട്. 8H പ്ലസ് 6H പ്ലസ്, അപ്പൊ ഇവിടെ 2H പ്ലസ് മിച്ചമുണ്ട്. 6 ഇലക്ട്രോണും ക്യാൻസൽ. ഇനി മറ്റേലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഒരുപോലുള്ള സാധനങ്ങൾ ഇല്ല. അപ്പൊ ഇക്വേഷൻ എഴുതിയാൽ മതിയാകും അല്ലെ? ഇക്വേഷൻ എന്ത് ചെയ്താൽ മതിയാകും? എടുത്തെഴുതിയാൽ മതിയാകും. എങ്ങനെ എഴുതാം? 2MnO4 minus plus Pr minus plus 2H plus gives എങ്ങനെ എഴുതാം? 2MnO2 plus BrO3 minus plus H2O. ഫുള്ളി ബാലൻസ്ഡ് ആയില്ലേ? ഇതാണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് രണ്ട് ഹാഫുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും. പിന്നെ അതിനെന്ത് ചെയ്യുന്നു? ആവശ്യമുള്ളത് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ എലമെന്റുകൾ എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി. അപ്പൊ വളരെ സിമ്പിൾ ആണ്, കാര്യം മനസ്സിലാക്കി വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചും ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാനായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കൃത്യമായി പഠിച്ചു വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിൾ കാര്യമാണ്. കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാകും. ഓക്കെ.